അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. മുഹമ്മദ് നബിയെ സംബന്ധിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം നാം അറിയേണ്ട പ്രധാനപ്പെട്ട 12 കാര്യങ്ങളാണ് ഈ സംസാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനും നബിമാരിൽ അവസാനത്തെ നബിയുമാണ്, ഇനി ഒരു നബി വരാനില്ല എന്നർത്ഥം. 2, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയും സൃഷ്ടിയുമാണ്, അതുകൊണ്ട് തന്നെ നബിയെ ആരാധിക്കാൻ പാടില്ല, ദൈവികമായ യാതൊരു അംശവും പ്രവാചകനിൽ ഇല്ല. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെല്ലാം നമ്മൾ അനുസരിക്കണം, കാരണം പ്രവാചകന്മാർ അയക്കപ്പെടുന്നത് അനുസരിക്കപ്പെടാൻ വേണ്ടിയാണ്. 4, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുപോയ കാലത്തെ സംബന്ധിച്ചോ വരാനിരിക്കുന്ന കാലത്തെ സംബന്ധിച്ചോ പറഞ്ഞ, അല്ലെങ്കിൽ അദൃശ്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ എല്ലാ വാർത്തകളും നമ്മൾ സത്യപ്പെടുത്തണം. അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലെങ്കിലും ശരി, അതൊക്കെ നമ്മൾ സത്യപ്പെടുത്തണം. 5, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാണ് എന്ന് പറഞ്ഞതൊക്കെ ഹറാമ് തന്നെയാണ്, ഖുർആനിൽ അതില്ലല്ലോ എന്ന് പറയരുത്. പ്രവാചകൻ ഹറാമാക്കിയതൊക്കെ ഹറാമാണ്, നമ്മൾ ഒഴിവാക്കണം. 6, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വക ഇബാദത്തുകൾ തട്ടിക്കൂട്ടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ടത്. 7, സ്വന്തം ശരീരത്തേക്കാൾ കൂടുതൽ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സ്വന്തം ശരീരത്തെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. 8, ബിദ്അത്തുകൾ ചെയ്തുകൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്, മറിച്ച് പ്രവാചകൻ്റെ ചര്യയെ പിൻപറ്റിക്കൊണ്ടാണ്. സ്വന്തം വക ആരാധനകൾ ഉണ്ടാക്കിയിട്ടല്ല നബിയെ സ്നേഹിക്കേണ്ടത്, നബി പഠിപ്പിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. 9, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടപ്രകാരം മതപരമായ കാര്യങ്ങൾ സംസാരിക്കുകയില്ല, അതെല്ലാം വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ്. 10, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിച്ചിട്ടുണ്ട്, നബിക്ക് മക്കളുണ്ടായിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അഥവാ അത്തരം കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യൻ തന്നെയാണ്. 11, അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തതല്ലാത്ത ഗൈബിയായ ഒരു അറിയിപ്പുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല. എന്ന് പറഞ്ഞാൽ പ്രവാചകന് അദൃശ്യമറിയില്ല, അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ അല്ലാതെ. 12, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടികളിൽ ശ്രേഷ്ഠനാകുന്നു, അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയേക്കാളും ശ്രേഷ്ഠത, എല്ലാ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് എന്നുകൂടി നമ്മൾ അറിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം.